ഇനി അല്പം കൗതുകരമായ ഒരു വാർത്തയാണ്. പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് ബോർഡുകൾ വെച്ചതിൽ BJP ജില്ലാ കമ്മിറ്റിക്ക് കോർപ്പറേഷന്റെ നോട്ടീസ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നോട്ടീസ് നൽകി. അതിൽ നടപ്പാതയ്ക്ക് കുറുകെ ബോർഡുകൾ സ്ഥാപിച്ചതിലടക്കം കോടതിയും ഇടപെട്ടിരുന്നു. സംഭവത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് BJP വിശദീകരണം നൽകിയിട്ടുണ്ട്. TS ഹരികൃഷ്ണ വിവരങ്ങൾ നൽകും. ഹരി, ഇത് അങ്ങനെ തന്നെ വേണം എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഒരു സംവിധാനത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ആര് പാലിച്ചില്ലെങ്കിലും അത് സ്വന്തം പാർട്ടി എന്ന് പോലും കണക്കാക്കാതെ നടപടികളിലേക്ക് കോർപ്പറേഷൻ പോയത് ഉചിതമാണ്. എന്ത് വിശദീകരണമാണ് നൽകിയത്? ഭാവിയിലാണെങ്കിലും ഇത്തരം ശ്രദ്ധ എല്ലാ പാർട്ടികളും പുലർത്തട്ടെ. അതെ, ഇത് അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിർദ്ദേശമുണ്ട്. ഇങ്ങനെ ഈ പരിപാടികൾ നടക്കുമ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വച്ചാൽ തന്നെ ആ പരിപാടി കഴിഞ്ഞ ഉടനെ എടുത്ത് മാറ്റണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു, പലയിടത്തും ഈ ഫ്ലെക്സ് ബോർഡുകൾ വച്ചപ്പോൾ അത് നടപ്പാതയ്ക്ക് കുറുകെ വച്ചിരിക്കുന്നു. ചിലർക്ക് ഈ ഫുട്പാത്തിൻ്റെ ഭാഗത്തൊക്കെ വച്ചിരിക്കുന്നത് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ട്. ആ രീതിയിലൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് കോർപ്പറേഷൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ കോർപ്പറേഷൻ സെക്രട്ടറി BJPയുടെ ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം ചോദിക്കുകയാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പിഴ ഈടാക്കി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ BJP നേതൃത്വം അത് നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ പിഴ ഈടാക്കിയിട്ടില്ല. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം BJP ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചു. അതിനുശേഷം അവർ ചെയ്തത് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അതിന് കൃത്യമായ മറുപടി നൽകി. അതായത് ഈ ഫ്ലെക്സ് ബോർഡുകൾ, പാർട്ടിക്ക് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാൻ വേണ്ടി ഓരോ ഏജൻസികളെയാണ് ഏർപ്പാടാക്കിയത്. അപ്പോൾ അവരാണ് ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ വിശദീകരണം ചോദിച്ചതിന് പിന്നാലെ തന്നെ ഈ ഏജൻസിയുമായിട്ട് ഇടപെട്ട് അവർ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അത് ദൃശ്യങ്ങൾ സഹിതം ഹാജരാക്കുകയും ചെയ്തു. ശരി, എന്തായാലും പിഴ ഈടാക്കേണ്ടതാണെങ്കിൽ ഈടാക്കുക തന്നെ വേണം. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പോസ്റ്ററുകൾ പോലും ഇപ്പോഴും ഭിത്തികളിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കാനുള്ള ഒരു ശ്രദ്ധ എല്ലാ പാർട്ടികളും കാണിച്ചാൽ